ഈ വീഡിയോയിൽ നമ്മൾ ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാഷ് ബഡ്ജറ്റ് എന്താണെന്ന് വെച്ചാൽ, ക്യാഷ് ബഡ്ജറ്റ് നിങ്ങൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചിട്ടില്ലേ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വൽ ഫിഗേഴ്സ് വെച്ച് ചെയ്യുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അവിടെ നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിനെയും ക്യാഷ് ഔട്ട്ഫ്ലോസിനെയൊക്കെ കമ്പയർ ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നെറ്റ് ക്യാഷ് ഫ്ലോ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അത് ഇയർലി ആണ് നമ്മളത് ചെയ്യാറുള്ളത്. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ നമ്മൾ ട്രാൻസ്പെറൻ്റായിട്ട് പബ്ലിക്കിന് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഏകദേശം അതുപോലെ തന്നെയാണ് ക്യാഷ് ബഡ്ജറ്റ്. പക്ഷേ ക്യാഷ് ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് ആയിരിക്കും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുക. അതായത് നമുക്ക് ഇനി വരാൻ പോകുന്ന മന്തിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന വീക്കിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ക്വാർട്ടറിൽ, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇയറിൽ നമ്മുടെ കയ്യിൽ സഫീഷ്യൻറ്റ് ക്യാഷ് ഉണ്ടോ ഇല്ലയോ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിനെ അറേഞ്ച് ചെയ്യാനൊക്കെ വേണ്ടിയാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ബഡ്ജറ്റ് എല്ലാ ഓർഗനൈസേഷനും പ്രിപ്പയർ ചെയ്യുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ കോളേജ് വരെ പ്രിപ്പയർ ചെയ്യും ഇയർലി ബഡ്ജറ്റ്. കാരണം നമുക്ക് ഓരോ കാര്യങ്ങൾ അഡ്വാൻസായിട്ട് തീരുമാനിച്ചിട്ട് അതുമായിട്ട് അതിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെപ്പോഴും ബഡ്ജറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്താണ് ക്യാഷ് ബഡ്ജറ്റിന് നോക്കാം. സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു 3 മാസത്തെ ക്യാഷ് ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. വി വെർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ക്യാഷ് ബഡ്ജറ്റ് ഫോർ 3 months എൻഡിങ് ജൂൺ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ജൂണിലാണ് എൻഡിങ്. 3 മാസത്തെ ക്യാഷ് ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 3 months ക്യാഷ് ബഡ്ജറ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എൻഡിങ് ഓൺ 30th ജൂൺ. ഇപ്പോൾ 30th ജൂണിൽ എൻഡ് ചെയ്യണം. അപ്പോൾ 3 മാസം ഏതൊക്കെ വരും? ജൂണാണ് എൻഡിങ് മന്ത്. അപ്പോൾ അതിന് മുന്നുള്ള മാസം മെയ് പോരല്ലോ. ഇപ്പം 2 months അല്ലേ ആൾ. പിന്നീട് ഏതും കൂടെ വേണം? ഏപ്രിൽ. ഓക്കെ, ഏപ്രിൽ, മെയ്, ജൂൺ. 3 മാസത്തെ ക്യാഷ് ബഡ്ജറ്റാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്യാഷ് ബഡ്ജറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ക്യാഷ് റെസീപ്റ്റ്സും പിന്നീട് ക്യാഷ് പേയ്മെൻറ്റ്സും. ക്യാഷായിട്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് നമ്മളെവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ക്യാഷ് ബഡ്ജറ്റിൽ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ക്യാഷ് ഇൻഫ്ലോസ്, അതായത് ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും. ഓക്കെ, അത് ഇയർലി ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാറുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്വാർട്ടർലിയും വീക്ക്ലിയും മന്ത്ലിയും ഇയർലിയും എല്ലാം പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് മന്ത്ലി പ്രിപ്പറേഷനാണ് 3 മാസത്തത്. നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്ത് എന്ത് മനസ്സിലാവും? ഏപ്രിൽ അവസാനം ആകുമ്പോഴത്തേക്കും ഏപ്രിലിലെ ക്യാഷ് റെസീപ്റ്റ്സ് എന്തൊക്കെയാണ്, ഏപ്രിലിലെ ക്യാഷ് പേയ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിൽ മിച്ചം എത്ര രൂപ ഉണ്ട്. ചിലപ്പോൾ ഓവർ ഡ്രാഫ്റ്റ് ആയിരിക്കും. ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിന് വേണ്ടുന്നുള്ള മുൻകരുതലുകൾ നേരത്തെ എടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് വെച്ചിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, കൂടുതൽ ക്യാഷ് വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ അതിനുള്ള മുൻകരുതലുകൾ നേരത്തെ എടുത്തു വെക്കാനായിട്ട് സാധിക്കും. ഇഫ് യു പ്രിപ്പയർ ദിസ് ക്യാഷ് ബഡ്ജറ്റ്. ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് ഇതിൽ കാണിക്കേണ്ടത്. റെസീപ്റ്റ്സ് മെയിനായിട്ട് വരുന്നത് ഓർത്തോണം. മെയിനായിട്ട് വരുന്ന റെസീപ്റ്റ്സ്, ഒരു ബിസിനസ് ഫേമിൽ മെയിനായിട്ട് വരുന്ന റെസീപ്റ്റ് എന്ന് പറയുന്നത് സെയിൽസാണ്. സെയിൽസ് വരും. ഈ സെയിൽസ് 2 രീതിയിലുണ്ടാവാം. ക്യാഷ് സെയിലും ഉണ്ടാവും, പിന്നീട് എന്താണ്, ക്രെഡിറ്റ് സെയിലും ഉണ്ടാവും. ഓക്കെ, ഇപ്പം ക്യാഷ് സെയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏപ്രിലിൽ കുറച്ച് പ്രോഡക്റ്റ് വിൽക്കുവാണ്, ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ആ പൈസ നമുക്ക് ഏത് മാസം തന്നെ ലഭിക്കും? ഏപ്രിൽ. അതായത് ഏപ്രിലിലെ റെസീപ്റ്റാണ്. ക്യാഷ് സെയിൽ എന്ന് പറയുന്നത് നമ്മൾ എപ്പം വിൽപ്പന നടത്തിയാലും ആ സ്പോട്ടിൽ തന്നെ, ആ പോയിന്റ് ഓഫ് ടൈമിൽ തന്നെ ക്യാഷ് റിസീവ് ചെയ്യും. അത് ഇപ്പോൾ ഏപ്രിലാണ് വിൽക്കുന്നതെങ്കിൽ അത് ഏപ്രിലിലെ റെസീപ്റ്റാണ്. മെയിലാണ് ക്യാഷ് സെയിൽ നടത്തുന്നതെങ്കിൽ അത് മെയിലെ ക്യാഷ് റെസീപ്റ്റ് ആയിരിക്കും. ഓക്കെ, നേരെ മറിച്ച് ക്രെഡിറ്റ് സെയിൽ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കെയർഫുള്ളായിരിക്കണം. ഏപ്രിലിൽ ക്രെഡിറ്റ് സെയിൽ നടത്തിയാലും ചിലപ്പം ഏപ്രിലിലെ ക്രെഡിറ്റ് സെയിലിൻ്റെ പൈസ നമുക്ക് ഏപ്രിലിൽ തന്നെ ലഭിക്കണം എന്നില്ല. അത് ചിലപ്പം ആഫ്റ്റർ 1 month എന്നായിരിക്കും പറയുന്നത്, അല്ലെങ്കിൽ ആഫ്റ്റർ 2 months എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ എമൗണ്ട്, ആ പോർഷൻ ഓഫ് എമൗണ്ട് നിങ്ങൾ എന്നാണ് ഈ പൈസ റിസീവ് ചെയ്യുന്ന ആ മന്തിലെ റെസീപ്റ്റായിട്ടേ കാണിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഏപ്രിലിൽ 10,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽ നടന്നു, ഈ 10,000 രൂപ റിസീവ് ചെയ്യുന്നത് ആഫ്റ്റർ 1 month ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ഏപ്രിലിൽ നടന്ന 10,000 രൂപ ക്രെഡിറ്റ് സെയിലിൻ്റെ പൈസ നമുക്ക് റിസീവ് ചെയ്യുന്നത് മെയിലാണ്. അപ്പോൾ നമ്മളത് ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏത് കോളത്തിലേ എഴുതാവുള്ളൂ? മെയ്യുടെ കോളത്തിലേ എഴുതാൻ പാടുള്ളൂ. കാരണം ഏപ്രിൽ അങ്ങനെ റെസീപ്റ്റ് നടന്നിട്ടില്ല, സെയിൽ നടന്നിട്ടുണ്ട്, ബട്ട് വി ഡിഡ്ന്റ് റിസീവ് എനി മണി. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലെപ്പോഴും ഓർമ്മ വേണം, തെറ്റിക്കാൻ പാടില്ല. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ ട്വിസ്റ്റുകൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാൻ നേരം. ഓക്കെ, അപ്പോൾ മെയിനായിട്ടുള്ള റെസീപ്റ്റ് സെയിൽസാണ്. സെയിൽസ് 2 രീതിയിൽ വരാം. ക്യാഷ് സെയിൽസ് വരാം, ക്രെഡിറ്റ് സെയിൽസ് വരാം. ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറഞ്ഞാൽ ആരുടെയും ആ പൈസ പിന്നീട് ലഭിക്കും? ഡെറ്റേഴ്സിൻ്റെയും നമുക്ക് ആ പൈസ പിന്നീട് ലഭിക്കും. ഓക്കെ, പിന്നീട് വരുന്ന റെസീപ്റ്റ്സ് എന്ന് പറയുന്നത് റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്. പിന്നീട് നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് പൈസ കിട്ടില്ലയോ? അപ്പോൾ ഏത് മാസമാണ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക്
പൈസ ലഭിക്കുന്നത് ആ മന്തിലെ കോളത്തിലാണ് അത് റെസിപ്റ്റായിട്ട് കാണിക്കേണ്ടത്. അല്ലെങ്കിൽ ലോൺ ടേക്കൺ, ലോൺ എടുക്കാൻ നേരം ബാങ്കിൽ നിന്നോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ ലോൺ എടുക്കാൻ നേരം നമുക്ക് എന്ത് ലഭിക്കും? ക്യാഷ് ലഭിക്കും. അപ്പോൾ ഏത് മാസമാണോ ഈ ക്യാഷ് ലഭിച്ചിരിക്കുന്നത് ആ മാസത്തെ കോളത്തിൽ ആ എമൗണ്ടിനെ റെക്കോർഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ എന്തൊക്കെ റെസിപ്റ്റുകളുണ്ടോ. പിന്നീട് ഫിക്സ്ഡ് അസറ്റ് നമുക്ക് നമ്മൾ വിൽക്കാറുണ്ടല്ലോ. ഇപ്പോൾ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, അത് ഏത് മാസമാണ് ഒരു ഫിക്സ്ഡ് അസറ്റ് വിറ്റ് എത്ര രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ റിസീവ് ചെയ്ത എമൗണ്ട് ഏത് മാസമാണ് ലഭിച്ചത് ആ മാസത്തെ കോളത്തിൽ എഴുതുക. ഇതൊക്കെയാണ് മേജറായിട്ട് വരുന്ന റെസീപ്റ്റ്സ്. ഇൻകംസ് എല്ലാം നമുക്ക് റിസീവ് ചെയ്യുവാണെങ്കിൽ റെസീപ്റ്റായിട്ട് എഴുതുക. അത് ഏത് മാസം ലഭിച്ചു ആ മാസത്തിലെ കോളത്തിൽ എഴുതാൻ പാടുള്ളൂ. പിന്നീട് മെയിനായിട്ട് വരുന്ന സെയിൽസാണ്. സെയിൽസിൽ ക്യാഷ് സെയിൽസും വരും, ക്രെഡിറ്റ് സെയിൽസും വരും. ക്രെഡിറ്റ് സെയിൽസ് കെയർഫുൾ ആയിരിക്കണം. കാരണം ക്രെഡിറ്റ് സെയിൽസിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്ന ഏത് മാസമാണ് റിസീവ് ചെയ്യുന്നത് ആ മാസത്തെ കോളത്തിൽ ആ എമൗണ്ടിനെ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നീട് വരുന്നത് ഈ ഫിക്സ്ഡ് അസറ്റ് വിൽക്കുമ്പം കിട്ടുന്ന പൈസ, ഇത് ക്യാഷ് റിയലൈസ്ഡ് ഉണ്ട് സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്, ലോൺ ടേക്കൺ, ദെൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഒക്കെ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ലഭിക്കും. അതെല്ലാം നമുക്ക് ഏത് പാർട്ടിൽ എഴുതാം? റെസിപ്റ്റ് പാർട്ടിൽ എഴുതാനായിട്ട് സാധിക്കും. പിന്നീട് വരുന്ന എന്താണ്? പേയ്മെൻറ്റ്. നമ്മൾ റെസിപ്റ്റും പേയ്മെൻറ്റും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് ആ മന്ത് എൻഡാകുമ്പോൾ എത്ര രൂപ നമ്മുടെ കയ്യിൽ ബാലൻസ് ആയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ്സിൽ വരുന്ന മെയിനായിട്ട് വരുന്ന പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ടു സപ്ലയേഴ്സ്. സപ്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുമ്പോഴാണ്? പർച്ചേസസ്. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണെന്നുണ്ടെങ്കിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ഉണ്ടാവും അവിടെ. ഒരു ട്രേഡിംഗ് കൺസേൺ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഫിനിഷ് ഗുഡ്സ് അവർ പർച്ചേസ് ചെയ്ത് വെക്കും ഫോർ ട്രേഡിംഗ് പർപ്പസ്. അപ്പോൾ പർച്ചേസാണ് മെയിനായിട്ട് വരുന്ന ഒരു പേയ്മെൻറ്റ്. പർച്ചേസിൽ തന്നെ രണ്ട് ടൈപ്പ് ഓഫ് പർച്ചേസ് കാണാം, ക്യാഷ് പർച്ചേസും ക്രെഡിറ്റ് പർച്ചേസും. ക്യാഷ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏപ്രിലിൽ ക്യാഷ് പർച്ചേസ് നടത്തിയാൽ ആ പേയ്മെൻറ്റ് പോകുന്നത് ഏത് മാസം തന്നെ ആയിരിക്കും? ഏപ്രിലിൽ തന്നെ ആയിരിക്കും. പക്ഷേ ഏപ്രിലിൽ ഒരു ക്രെഡിറ്റ് പർച്ചേസ് നടത്തി എന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു ആഫ്റ്റർ 2 months ആണ് നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തുന്നതെന്നാണ് ക്വസ്റ്റനിൽ പറഞ്ഞത്. അപ്പോൾ കെയർഫുള്ളായിരിക്കണം. ഏപ്രിലിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിലും ഈ പൈസ പേ ചെയ്യുന്നത് 2 മാസങ്ങൾക്ക് ശേഷമാണ്. അതായത് ജൂണിലാണ് ആ പേയ്മെൻറ്റ് എമൗണ്ട് എഴുതേണ്ടത്. അപ്പോൾ അത് ഓർത്തോണേ. പിന്നീട് വരുന്ന പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസുകളെല്ലാം കൊടുക്കണ്ടയോ? സാലറി, വേജസ്, റെൻറ്റ്, ഇൻഷുറൻസ്. അപ്പോൾ ഈ പേയ്മെൻറ്റുകളെല്ലാം അപ്പോൾ എപ്പോഴാണിത് കൊടുക്കേണ്ടത്? ചിലപ്പം നമ്മൾ ഏപ്രിലിൽ റെൻറ്റ് 10,000 രൂപയായിരിക്കും. പക്ഷേ ഏപ്രിലിൽ റെൻറ്റ് നമ്മൾ ചിലപ്പോൾ ആഫ്റ്റർ 1 monthലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതാത് മാസത്തെ എക്സ്പെൻഡിച്ചർ അതാത് മാസം തന്നെ സെറ്റിൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ എഴുതി പോവുക. എന്തെങ്കിലും ഒരു അരിയർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പേയ്മെൻറ്റ് ലാഗ് ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട് എന്നാണോ ഈ പേയ്മെൻറ്റ് നടത്തുന്നത് ആ മന്തിലെ കോളത്തിൽ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് മേജറായിട്ട് വരുന്ന പേയ്മെൻറ്റ്സ്. ഒന്നെന്ന് പറയുന്നത് പർച്ചേസ്, അതിനകത്ത് ക്യാഷ് പർച്ചേസ് വരാം, ക്രെഡിറ്റ് പർച്ചേസ് വരാം. പിന്നെ വരുന്നത് എക്സ്പെൻസുകളുടെ പേയ്മെൻറ്റ്സ് ആണ്. ഓരോ പേയ്മെൻറ്റുകളും നമ്മൾ ഓരോ എക്സ്പെൻസുകളും പേ ചെയ്യേണ്ടത്, അത് പേയ്മെൻറ്റ് സൈഡിൽ വരും. പിന്നീട് വരുന്നത് ലോൺ റീപെയ്ഡ്, ലോൺ തിരിച്ചു കൊടുക്കില്ലയോ നമ്മൾ. അപ്പോൾ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ, പിന്നെ റിഡംഷൻ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, ഇതൊക്കെ റീപേയ്മെൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ്, പൈസ പോവുകയാണ്. അപ്പോൾ ഏത് മാസമാണ് ഈ പൈസ പോകുന്നത് ആ മന്തിലെ കോളത്തിലാണ് നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതാണ് ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. നമ്മളോട് സാധാരണ മന്ത്ലി ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. വീക്ക്ലിയും ഇയർലിയും ഒന്നും അങ്ങനെ പറയാറില്ല. അപ്പം നിങ്ങൾ മന്ത്ലി ബഡ്ജറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ 6 months ബഡ്ജറ്റ് എൻഡിങ് 30th June എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യും? 6 months ബഡ്ജറ്റ് എൻഡിങ് 30th June. ജൂണാണ് എൻഡിങ്. 6 month, 6ാമത്തെ മാസം എന്ന് പറഞ്ഞാൽ ജൂൺ. അപ്പോൾ അതിന് മുന്നുള്ള ഏതൊക്കെ മാസമാണ്? മെയ്, ഏപ്രിൽ, മാർച്ച്, പിന്നീട് ജനുവരി, ഡിസംബർ, നവംബർ. അപ്പോൾ ഇത്രയും വരും. നവംബർ 1, 2, 3, 4, 5, 6, 7 വന്ന് അപ്പോൾ നവംബർ തൊട്ട് 11 തൊട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകണം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. അങ്ങനെയാണ് 6 months വരുന്നത്. സോ ഡിസംബർ വരില്ലല്ലോ, ജനുവരി 1, 2, 3, 4, 5 ഡിസംബർ തൊട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ചിലപ്പോൾ ക്വസ്റ്റനിൽ കറക്റ്റായിട്ട് ചില ക്വസ്റ്റനിൽ പറയും യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ബഡ്ജറ്റ് ഫ്രം ജനുവരി ടു ജൂലൈ എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് അവേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 6 കോളം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 6 മാസത്തെ ബഡ്ജറ്റാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ചില ക്വസ്റ്റനിൽ ഇങ്ങനെ പറയുള്ളൂ ഫോർ ദി 6 months എൻഡിങ് ജൂൺ എന്നോ അല്ലെങ്കിൽ ഫോർ 3 months എൻഡിങ് ഏപ്രിൽ എന്നോ. 3 months എൻഡിങ് ഏപ്രിൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ മാസത്തെയാണ്? ഏപ്രിലത് വേണം, മാർച്ചിൽ വേണം, ഫെബ്രുവരിയിൽ വേണം. ദാറ്റ് ഈസ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ ഫെബ്രുവരി, മാർച്ച് ആൻഡ് ഏപ്രിൽസ് ബഡ്ജറ്റ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി എടുത്തോണം ക്വസ്റ്റ്യനിൽ നിന്ന്. ഇനി നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ ഒരു ഫോമാറ്റ് മനസ്സിലായല്ലോ. ക്യാഷ് ബഡ്ജറ്റ് എപ്പോഴും ഒരു എസ്റ്റിമേഷൻ മാത്രമാണ്. എന്തിനെ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്?
നമ്മുടെ ക്യാഷ് റെസീപ്റ്റ്സിനെയും ക്യാഷ് പേയ്മെൻറ്റ്സിനെയും ഒന്നീ വീക്ക്ലി റെസീപ്റ്റ്സ് വീക്ക്ലി പേയ്മെൻറ്റ്സ് അല്ലെങ്കിൽ മന്ത്ലി റെസീപ്റ്റ്സ് മന്ത്ലി പേയ്മെൻറ്റ്സ് അല്ലാന്നുണ്ടെങ്കിൽ ക്വാർട്ടർലി റെസീപ്റ്റ്സ് ക്വാർട്ടർലി പേയ്മെൻറ്റ്സ് അങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. പിന്നീട് ഇതിൻ്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ ക്യാഷ് ബഡ്ജറ്റ് ഇസ് യൂസ് ടു ഡിറ്റർമിൻ വെദർ ഇറ്റ് ഹാസ് സഫീഷ്യൻറ്റ് ക്യാഷ് ടു കണ്ടിന്യൂ ഓപ്പറേഷൻ ഓവർ ദി ഗിവൺ പീരീഡ് ഓഫ് ടൈം. നമ്മുടെ കയ്യിൽ ക്യാഷ് ഉണ്ടോ, ഈ ഓരോ മാസവും ആവശ്യത്തിന് ക്യാഷ് ഉണ്ടോ, നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് മുന്നോട്ട് പോകാൻ ഇനഫ് ഫണ്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്ത് നോക്കുന്നത്, മുൻകൂറായി ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതൊരു എസ്റ്റിമേഷൻ മാത്രമാണ്, ആക്ച്വൽ ഫിഗേഴ്സ് അല്ല ഒരിക്കലും ബഡ്ജറ്റിൽ നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമ്മളോട് ഒരു ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഫോർ ദ 3 months എൻഡിങ് 30th June 2019. 3 മാസത്തെയാണ്, മന്ത്ലി ബഡ്ജറ്റാണ് ചോദിക്കുന്നത്. 3 മാസത്തെ ബഡ്ജറ്റ് വേണം. ബഡ്ജറ്റ് എന്നാണ് എൻഡ് ചെയ്യേണ്ടത്? 30th Juneലാണ് എൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതൊക്കെ മാസത്തെയാണ്? ജൂണാണ് എൻഡിങ് മന്ത്. അപ്പോൾ അതിന് മുന്നുള്ളത് മെയ്, അതിന് മുന്നുള്ളത് ഏപ്രിൽ. അപ്പം ഏപ്രിൽ ടു പ്രിപ്പയർ ദി ബഡ്ജറ്റ് ഫ്രം ഏപ്രിൽ ടു ജൂൺ, അതായത് ഏപ്രിൽ മെയ് ജൂൺ, ഈ 3 മാസത്തെ ക്യാഷ് റെസീപ്റ്റ്സും ക്യാഷ് പേയ്മെൻറ്റ്സും ആണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതിന് വേണ്ടുന്നുള്ള ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കി എന്തൊക്കെയാണ് ഇൻഫർമേഷൻ. മന്ത് പറയുന്നുണ്ട്. 2019 ഓരോ മാസത്തെയും ഡേറ്റ തന്നിട്ടുണ്ട്. ഏതൊക്കെ മാസം തന്നിട്ടുണ്ട്? ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇത്രയും മാസം തന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഏത് മാസത്തത് പ്രിപ്പയർ ചെയ്താൽ മതി? നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ഏപ്രിൽ, മെയ്, ജൂൺ, ഇത്രയും മാസത്തെ, ഈ 3 മാസത്തെയാണ് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് പ്രീവിയസ് മന്ത്സിലെ കുറച്ച് ഇൻഫർമേഷനും കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയായിരിക്കും തന്നിരിക്കുന്നത്? ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ക്രെഡിറ്റ് പർച്ചേസും ക്രെഡിറ്റ് സെയിലും എക്സ്പെൻസ് പേയ്മെൻറ്റിലും ഒക്കെ ലാഗ് വരാം. അതായത് ചിലപ്പോൾ ഫെബ്രുവരിയിൽ ഏതെങ്കിലും പൈസ നമ്മൾ പേ ചെയ്യുന്നത് ഏപ്രിലായിരിക്കും. അപ്പോൾ ഏപ്രിൽ ആ എമൗണ്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ഫെബ്രുവരിയിലെയും മാർച്ചിലെയൊക്കെ ഫിഗേഴ്സ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അത് ഓർത്തോണം. തന്നിരിക്കുന്ന ഡേറ്റ ഏതൊക്കെയാണ്? സെയിൽസ് തന്നിട്ടുണ്ട്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഇത്രയും മാസത്തെ സെയിൽസ് ഫിഗർ തന്നിട്ടുണ്ട്. ക്യാഷ് സെയിലാണോ ക്രെഡിറ്റ് സെയിലാണോ ഒന്നും ഇവിടെ പറയുന്നില്ല, ടോട്ടൽ സെയിൽസ് എന്നാണ് പറയുന്നത്. പർച്ചേസസും ഫെബ്രുവരി ടു ജൂണിലെ പർച്ചേസ് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. പിന്നീട് വേജസും ഫെബ്രുവരി ടു ജൂണിലെ വേജസിന് ഫിഗർ തന്നിട്ടുണ്ട്. പിന്നീട് സെയിൽസ് എക്സ്പെൻസ്, അതും ഫെബ്രുവരി ടു ജൂണിലത് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ തന്നിരിക്കുന്ന കോളത്തിൽ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടില്ലേ, ഈ ടേബിളിൽ സെയിൽസ് മാത്രം റെസീപ്റ്റാണ്. ബാക്കി 3 പേയ്മെൻറ്റ്സ് അല്ലേ. പർച്ചേസ് ഒരു പേയ്മെൻ്റ് ആണ്, വേജസ് ഒരു പേയ്മെൻ്റ് ആണ്, സെയിൽസ് എക്സ്പെൻസ് പേയ്മെൻ്റ് ആണ്. കാരണം എക്സ്പെൻസുകളെല്ലാം പേയ്മെൻറ്റുകളാണ്. ഓക്കെ, ഇനി അടുത്തത് കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് പീരീഡ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് അലൗഡ് ബൈ സപ്ലയേഴ്സ് 2 months. പീരീഡ് ഓഫ് ക്രെഡിറ്റ് സെയിൽസ് ഞാൻ അറിയാതെ വായിച്ചാണ്. തന്നിരിക്കുന്നത് എങ്ങനെയാണ്? പീരീഡ് ഓഫ് ക്രെഡിറ്റ് അലൗഡ് ബൈ സപ്ലയേഴ്സ് 2 months. നമ്മൾക്ക് സപ്ലയേഴ്സ് അലൗ ചെയ്തിരിക്കുന്ന ക്രെഡിറ്റ് പീരീഡ് 2 മാസമാണ്. അപ്പോൾ ഇത് എന്തിനെ റിലേറ്റ് ചെയ്യുന്നതാണ്? പർച്ചേസസിനെ റിലേറ്റ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ പർച്ചേസ് നടത്തിയിട്ടുണ്ടല്ലോ, ഈ പർച്ചേസിൻ്റെ പേയ്മെൻറ്റ് 2 മാസങ്ങൾക്ക് ശേഷമാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ആദ്യത്തെ ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു പർച്ചേസസ് ആണ്. അപ്പോൾ പർച്ചേസ് ഇപ്പോൾ ക്യാഷ് പർച്ചേസ് അല്ല, ഇത് മൊത്തത്തിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. ഇവിടെ കണ്ടോ, പർച്ചേസസ് 40,000, 50. അതെങ്ങനെയാണ് പറയുന്നത്? 2 മാസങ്ങൾക്ക് ശേഷം സെറ്റിൽ ചെയ്താൽ മതി. അതായത് ഫെബ്രുവരിയിൽ ഈ 40,000 rupees നമ്മൾ ഫെബ്രുവരിയിൽ പേ ചെയ്യേണ്ട കാര്യമില്ല. 2 മാസങ്ങൾക്ക് ശേഷം. 2 മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ എന്നാണ് പേ ചെയ്യേണ്ടത്? ഫെബ്രുവരിയിൽ 2 മാസം, ഫെബ്രുവരി, മാർച്ച്. അപ്പോൾ ഇത് 2 മാസം കഴിയുമ്പോൾ ഏത് മാസം പേ ചെയ്താൽ മതി? ഏപ്രിലിൽ പേ ചെയ്യണം. പിന്നെ അടുത്ത 50,000 മാർച്ചിലെ 50,000 എന്ന് പറയുന്ന പർച്ചേസ് എന്നാണ്? 2 മാസങ്ങൾക്ക് ശേഷം, അതായത് മാർച്ച്, ഏപ്രിൽ. അപ്പോൾ ഏതെന്ന് വരും? മെയ്. ഒരെണ്ണം കണ്ടുപിടിച്ചാൽ പിന്നെ നമുക്ക് അടുത്തടുത്ത മാസം അങ്ങ് എഴുതി പോവാം. 77,000 എന്നായിരിക്കും? ഏപ്രിൽ നടന്ന 77,000 2 മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ജൂണിൽ പേ ചെയ്യും. ഓക്കെ, ഇനി 60,000 2 മാസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ ജൂലൈയിൽ പേ ചെയ്യും. 120,000 എന്ന് പറയുന്നത് ജൂലൈ കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ. ഓക്കെ, നമ്മൾക്ക് എന്നാണോ ഇത് പേ ചെയ്യുന്ന ആ മാസത്തിൽ മതി. നമ്മൾ ഏത് 3 മാസത്തെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ? ഏപ്രിൽ, മെയ്, ജൂൺ. അപ്പം ഏപ്രിലിലെ പേയ്മെൻറ്റ് ഈ ഫിഗർ വേണം നമുക്ക്.
പിന്നീട് മെയിലെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 50,000, ജൂണിലെ പേയ്മെൻറ്റ് 77,000. ജൂലൈയിലെ പേയ്മെൻറ്റ് ഇത് വേണ്ട. കാരണം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ജൂലൈയിലെയും ഓഗസ്റ്റിലെയും ഒന്നും ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ വേണം ചിന്തിച്ചെടുക്കാൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പർച്ചേസസ് ഒരു പേയ്മെൻ്റ് ആണ്. ക്യാഷ് പർച്ചേസ് ആയിരുന്നുണ്ടെങ്കിൽ അതാത് മാസം അങ്ങ് ഏപ്രിലിലെ ഫിഗർ ഏപ്രിലിൽ തന്നെ പേ ചെയ്യാം, മെയ്യിലത് മെയ്യിൽ തന്നെ പേ ചെയ്യാം. പക്ഷേ ഇവിടെ അതല്ല പറഞ്ഞിരിക്കുന്നത്. ഓരോ മാസം നടത്തിയിരിക്കുന്ന പർച്ചേസ് സെറ്റിൽ ചെയ്യുന്നത് എങ്ങനെയാണ്, ആഫ്റ്റർ 2 months. നമ്മൾ നോക്കി ഓരോ ഫെബ്രുവരിയിൽ നടന്ന പർച്ചേസിൻ്റെ ഫിഗർ എന്നാണ് പേ ചെയ്യുന്നത്, എന്നാണ് ആഫ്റ്റർ 2 months എന്ന് പറയുമ്പം ഫെബ്രുവരിയിൽ നടന്നത് പേ ചെയ്യുന്നത് ഏപ്രിലാണ്, മാർച്ചിൽ നടന്നത് പേ ചെയ്യുന്നത് മെയ്യിലാണ്. അപ്പം നമുക്ക് എന്ന് പേയ്മെൻറ്റ് നടത്തി അതാണ് വേണ്ടത്. അത് മനസ്സിലാക്കി എടുത്തിട്ടാണ് ക്യാഷ് ബഡ്ജറ്റിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ ആയല്ലോ. പർച്ചേസസിൻ്റെ പേയ്മെൻറ്റ് അതാത് മാസമല്ല പോകുന്നത്, ഓരോ മാസത്തതും ഓരോ മാസം നടക്കുന്ന പർച്ചേസ് ആഫ്റ്റർ 2 months ആണ് സെറ്റിൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് ഏപ്രിൽ എന്തെങ്കിലും പർച്ചേസിൻ്റെ പേയ്മെൻ്റ് ഉണ്ടോ, മെയ്യിൽ എന്തെങ്കിലും പർച്ചേസിൻ്റെ പേയ്മെൻ്റ് ഉണ്ടോ, ജൂണിൽ എന്തെങ്കിലും പേയ്മെൻ്റ് ഉണ്ടോ, പർച്ചേസ് റിലേറ്റിംഗ് പേയ്മെൻ്റ് ഉണ്ടോ, ഉണ്ടെങ്കിൽ അതേ എഴുതാവുള്ളൂ കേട്ടോ. പർച്ചേസ് കഴിഞ്ഞു. ഇനി അടുത്ത ഇൻഫർമേഷൻ എന്താ പറയുന്നത്, 25% of sales are for cash and period of credit allowed to customers for credit sale is 1 month. അതായത് സെയിൽസ് ഫിഗർ തന്നിട്ടുണ്ട്, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നൊക്കെ പറഞ്ഞ് സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ സെയിൽസിനെ കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഓരോ മാസത്തെ സെയിൽസിൽ 25% ക്യാഷ് സെയിൽസും ബാക്കി എന്താണ് അണ്ടർസ്റ്റുഡ്, ഇറ്റ് ഇസ് ക്രെഡിറ്റ് സെയിൽ. ബാക്കി എത്ര വരും, 75% അല്ലേ, 25% കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 75%. അത് എന്ത് സെയിൽസ് എന്നാണ് പറയുന്നത്, ക്രെഡിറ്റ് സെയിൽസ്. ക്യാഷ് സെയിൽസ് ആണെങ്കിൽ അതാത് മാസം, ഏപ്രിൽ ഒരു ക്യാഷ് സെയിൽ നടന്നാൽ ആ പൈസ ഏപ്രിലിൽ തന്നെ കൊടുക്കും, ഫെബ്രുവരിയിൽ ഒരു ക്യാഷ് സെയിൽ നടന്നാൽ ആ പൈസ ഫെബ്രുവരിയിൽ തന്നെ പേ ചെയ്യും. പക്ഷേ ക്രെഡിറ്റ് സെയിൽ ആണെങ്കിലോ സെയിം മന്ത് തന്നെ സെറ്റിൽ ചെയ്യണമെന്നില്ല. അത് ക്വസ്റ്റ്യനിൽ വായിച്ച് നോക്കണം എപ്പോഴാണ് സെറ്റിൽ ചെയ്യുന്നതെന്ന്. ക്രെഡിറ്റ് സെയിൽസിൻ്റെ പൈസ റിസീവ് ചെയ്യുന്നത് എപ്പോഴാണെന്നാണ് പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ക്രെഡിറ്റ് സെയിൽസിൻ്റെ 1 month ശേഷമാണ്. അത് ഏപ്രിലിൽ ഒരു ക്രെഡിറ്റ് സെയിൽസ് നടന്നാൽ എന്നേ ആ പൈസ കൊടുക്കത്തുള്ളൂ, ആ പൈസ റിസീവ് ചെയ്യത്തുള്ളൂ നെക്സ്റ്റ് മന്ത്, 1 month ശേഷം, മെയ്യിൽ. ഫെബ്രുവരിയിൽ ഒരു ക്രെഡിറ്റ് സെയിൽ നടന്നാൽ ആ പൈസ എന്നാ റിസീവ് ചെയ്യുന്നത്, ഫെബ്രുവരിയിൽ നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ പൈസ റിസീവ് ചെയ്യുന്നത് മാർച്ചിലായിരിക്കും, മാർച്ച് നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ പൈസ റിസീവ് ചെയ്യുന്നത് ഏപ്രിലായിരിക്കും. അപ്പം നമുക്ക് വേണ്ടത് ഏപ്രിൽ എന്തെങ്കിലും സെയിൽസിൻ്റെ റെസീപ്റ്റ് ഉണ്ടോ, മെയ്യിൽ എന്തെങ്കിലും ഉണ്ടോ, ജൂണിൽ എന്തെങ്കിലും റെസിപ്റ്റ് ഉണ്ടോ, ആ രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാൻ. ഓക്കെ, ഏപ്രിൽ എന്തെങ്കിലും സെയിൽസ് റിലേറ്റഡ് റെസിപ്റ്റ് ഉണ്ടോ, മെയ്യിൽ എന്തെങ്കിലും സെയിൽസ് റിലേറ്റഡ് റെസിപ്റ്റ് ഉണ്ടോ, പിന്നീട് ജൂണിൽ എന്തെങ്കിലും സെയിൽസ് റിലേറ്റഡ് റെസിപ്റ്റ് ഉണ്ടോ. റിസീവ് ചെയ്യുമെങ്കിലേ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അത് സെയിൽസിനെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഹിൻ്റാണിത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് സെയിൽസിനെ ചെയ്യേണ്ടതെന്ന്. സെയിൽസ് ഇവിടെ തന്നിട്ടുണ്ട്, ഓരോ മാസത്തെയും ടോട്ടൽ സെയിൽസ് തന്നെ ഈ തന്നിരിക്കുന്നതാണ് ടോട്ടൽ സെയിൽസ്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട് ഈ സെയിൽസിൽ, ക്യാഷ് സെയിലും ഉണ്ട്, ക്രെഡിറ്റ് സെയിലും ഉണ്ട്. ക്യാഷ് സെയിൽ ഓക്കെയാണ്. ക്യാഷ് സെയിൽ എന്ന് പറയുന്നത് എത്രയെന്നാ ക്വസ്റ്റ്യനിൽ പറയുന്ന ഹിന്ദി പറയുന്നുണ്ട്, മാനം. ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് എത്രയാണ്, ബാക്കി വരുന്നത് 75%. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണം. 25% അതാത് മാസം തന്നെ കൊടുത്തു തീർക്കും. ബാലൻസ് വരുന്ന 75%ഓ ഒരു മാസങ്ങൾക്ക് ശേഷമേ, അതാത് മാസം കൊടുത്തു തീർക്കുന്നില്ല, കിട്ടും നമുക്ക്. 25% അതാത് മാസം കിട്ടും. ബാക്കി വരുന്ന ക്രെഡിറ്റ് സെയിൽസോ സെയിം മന്ത് റിസീവ് ചെയ്യത്തില്ല, 1 month ശേഷമായിരിക്കും റിസീവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തോണം. എന്നിട്ട് നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് സെയിൽസ് ചെയ്യേണ്ടതെന്ന്. പർച്ചേസിന് ആ പ്രശ്നമില്ലായിരുന്നു, പർച്ചേസസ് ടോട്ടലി ക്രെഡിറ്റ് പർച്ചേസ് ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാതിരുന്നത്. സെയിൽസ് അങ്ങനെയല്ല, കുറച്ച് പോർഷൻ ക്യാഷ് സെയിൽസും കുറച്ച് പോർഷൻ ക്രെഡിറ്റ് സെയിൽസും ആണ്. അപ്പം നോക്കിക്കേ, ഞാൻ ആ സെയിൽസിനെ സ്പ്ലിറ്റ് ചെയ്തിരുന്നതാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എന്ന് പറഞ്ഞല്ലേ തന്നിരിക്കുന്നത്. അപ്പോൾ ഫെബ്രുവരിയിൽ സെയിൽസ് ഫിഗർ 70,000 എന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ഫെബ്രുവരിയിലത് 70,000, മാർച്ചിലത് 80,000, ഏപ്രിലത് 92,000, മെയ്യിലത് 1 lakh, ജൂണിലത് 1,20,000. ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. എത്രയാണ് ക്യാഷ് സെയിൽസ്, എത്രയാണ് ക്രെഡിറ്റ് സെയിൽസ്. ഏപ്രിലെ, മെയ്യിലെ മാത്രം ജൂണിലെ മാത്രം എടുത്താൽ പോരാ. കാരണം ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടായതുകൊണ്ട് പ്രീവിയസ് ഏതെങ്കിലും മാസത്തെ പൈസ നമ്മൾ ഏപ്രിലോ മെയ്യിലോ ജൂണിലോ ഒക്കെ ആയിരിക്കും റിസീവ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ മാസങ്ങളുടെയും കൂടെ വർക്കിംഗ് നിങ്ങൾ ചെയ്യണം. ഓക്കെ, നമുക്കപ്പം ഫെബ്രുവരി തൊട്ടുള്ള വർക്കിംഗ് ചെയ്യാം. പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം, ക്യാഷും ക്രെഡിറ്റും സെയിൽസിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാൻ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ കോളം വരച്ചു. ഇതൊരു വർക്കിംഗ് മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ.
ഇപ്പോൾ ഫെബ്രുവരിയിൽ 70,000 അല്ലായിരുന്നു ടോട്ടൽ സെയിൽസ്. ആ 70,000-നെ സ്പ്ലിറ്റ് ചെയ്ത് ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും. 70,000-ൻ്റെ 25% എന്ന് പറയുന്നത് 17,500-ഉം 70,000-ൻ്റെ ബാലൻസ് അതായത് ക്രെഡിറ്റ് സെയിൽ മൈനസ് ചെയ്തെടുത്താലും മതി. 75% എന്ന് പറയുന്നത് 52,500 ക്രെഡിറ്റ് സെയിലുമാണ്. അതേപോലെ മാർച്ചിലെ ടോട്ടൽ സെയിൽ 80,000 എന്നാണ് ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത്. അതിൽ 25% ക്യാഷ് സെയിൽസും ബാലൻസ് ക്രെഡിറ്റ് സെയിൽസുമാണ്. ബാലൻസ് എന്ന് പറയുന്നത് ഒന്നി 75% എടുക്കുക, അല്ലെങ്കിൽ മൈനസ് ചെയ്തെടുത്താലും മതി. ഏപ്രിലത് ടോട്ടൽ സെയിൽ ക്വസ്റ്റനിൽ തന്നിരിക്കുന്നത് 92,000 ആണ്. അതിൽ 25% ക്യാഷ് സെയിൽസും ബാലൻസ് ക്രെഡിറ്റ് സെയിൽസുമാണ്. മെയിലതും അതുപോലെ തന്നെ 25% ക്യാഷ് സെയിലും ക്രെഡിറ്റ് സെയിലും. ക്രെഡിറ്റ് സെയിൽ 75%, ജൂണിലത് 25% ക്യാഷ് സെയിലും 75% ക്രെഡിറ്റ് സെയിലും. അങ്ങനെ നമ്മൾ സെയിൽസിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ റൂൾ എങ്ങനെയാണ്? ഇതിൻ്റെ റെസിപ്റ്റ് ക്യാഷ് സെയിൽസ് അതാത് മാസങ്ങളിൽ തന്നെ റിസീവ് ചെയ്യും. ഫെബ്രുവരിയിൽ ഒരു ക്യാഷ് സെയിൽ നടന്നാൽ ആ പൈസ എപ്പോഴും റിസീവ് ചെയ്യും? ഫെബ്രുവരിയിൽ തന്നെ. മാർച്ചിലൊരു ക്യാഷ് സെയിൽ നടന്നാൽ ആ എമൗണ്ട് മാർച്ച് തന്നെ റിസീവ് ചെയ്യും. ഫെബ്രുവരിയിലും മാർച്ചിലും നമുക്ക് വേണ്ട. നമ്മളോട് ഏതിലേ പറഞ്ഞിട്ടുള്ളത്? ഏപ്രിലിൽ തൊട്ടുള്ള ക്യാഷ് ബഡ്ജറ്റാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏപ്രിലിലെ ക്യാഷ് സെയിൽ 23,000 ഇതെന്നാണ് റിസീവ് ചെയ്യുന്നത്? ഈ എമൗണ്ട് ഏപ്രിലിൽ തന്നെ. 25,000 മെയിൽ നടന്ന ക്യാഷ് സെയിൽ റിസീവ് ചെയ്യുന്നത് ആ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് മെയ് തന്നെ. ജൂണിൽ നടന്ന ക്യാഷ് സെയിലിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് ജൂണിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഏപ്രിലിലെ ടോട്ടൽ സെയിൽ, ഏപ്രിലിലെ ക്യാഷ് സെയിൽസിൻ്റെ 25% ലഭിക്കുന്നു. ഏപ്രിലിലെ ക്രെഡിറ്റ് സെയിലിൻ്റെ പൈസ ലഭിക്കുന്നത് ആഫ്റ്റർ 1 month ആണ്. അപ്പോൾ അതുകൊണ്ട് ഏപ്രിലിലെ ബാലൻസ് എമൗണ്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് മെയിലാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഏപ്രിൽ എന്തെങ്കിലും ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഫിഗർ ലഭിക്കുമോ എന്ന് നോക്കുക. അപ്പോൾ ക്രെഡിറ്റ് സെയിലിനെ നോക്കാമല്ലോ. ഫെബ്രുവരിയിൽ നടന്ന ക്രെഡിറ്റ് സെയിൽ 52,500 ആണ്. ഈ എമൗണ്ട് എന്നാണ് റിസീവ് ചെയ്യാൻ പോകുന്നത്? ആഫ്റ്റർ 1 month. ഈ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് മാർച്ചിലാണ്. ഫെബ്രുവരിയിൽ നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് മാർച്ചിൽ നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട്, അതായത് 60,000 ആണ് ക്രെഡിറ്റ് സെയിൽ. അതിൻ്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നത് എന്നാണ്? അടുത്ത മാസം. മാർച്ച് കഴിഞ്ഞുള്ള മാസം ഏതാണ്? ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിലിൽ താണ്ട ഒരു റെസിപ്റ്റ് ഉണ്ട് ക്രെഡിറ്റ് സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഏപ്രിലിലെ ഫിഗറെല്ലാം നമുക്ക് ലഭിക്കുന്നത് ക്രെഡിറ്റ് സെയിലിൻ്റെ ഏത് മാസത്തെയാണ്? മാർച്ചിൽ 75% നമുക്ക് എന്നാണ് ലഭിക്കുന്നത്? ഏപ്രിലാണ്. അപ്പോൾ ഏപ്രിലിൽ ലഭിക്കുന്ന ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് മാർച്ചിൽ നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ടാണ് ഏപ്രിലിൽ ലഭിക്കുന്നത്. ഇനി അതേപോലെ ഏപ്രിലിൽ നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ലഭിക്കുന്നത് എന്നാണ്? 1 monthന് ശേഷം, അതായത് മെയിൽ നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ലഭിക്കുന്നത് ജൂണിൽ നടന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് ലഭിക്കുന്നത് ജൂലൈയിൽ. അപ്പോൾ ജൂലൈയിൽ നമുക്ക് വേണ്ട, കാരണം നമ്മൾ ജൂലൈയിൽ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ റെസിപ്റ്റ് കിട്ടില്ല. ക്യാഷ് റെസിപ്റ്റ് എന്ന് പറയുന്നത് സെയിലുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏപ്രിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്? ക്യാഷ് സെയിൽസ് ആ മാസം തന്നെ 23,000. ക്രെഡിറ്റ് സെയിൽസിൻ്റെ ഏത് ഫിഗറാണ് ലഭിക്കുന്നത്? 60,000 ആണ് ഏപ്രിൽ ലഭിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം ചിന്തിച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വർക്കിംഗ് ചെയ്തത്. ഇത് കമ്പൽസറി ഒന്നുമല്ല. നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പം ക്വസ്റ്റ്യനിൽ തന്നെ നോക്കി ചിന്തിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വർക്കിംഗ് ചെയ്തത്. അപ്പോൾ എപ്പോഴും ചിന്തിക്കേണ്ട ഇതാണ്, നമ്മൾ 3 മാസത്തെയാണ് ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏപ്രിലിൽ സെയിൽസായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ റിസീവ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഏപ്രിലിലെ ക്യാഷ് സെയിൽസിൻ്റെ 25% കിട്ടി. ഇത് കൂടാതെ മാർച്ചിൽ ക്രെഡിറ്റ് സെയിൽസിൻ്റെ പൈസയുമാണ് ഏപ്രിലിൽ ലഭിച്ചിരിക്കുന്നത്. അതുപോലാണ് ചിന്തിച്ചു പോകേണ്ടത് കേട്ടോ. അതായത് ഏപ്രിലിലെ ക്രെഡിറ്റ് സെയിൽസ് എടുത്ത് ഏപ്രിലിൽ എഴുതല്ലേ, കാരണം ആ പൈസ ഏപ്രിലിൽ കിട്ടിയെന്നില്ലല്ലോ. ഏപ്രിലിൽ എന്തെങ്കിലും റിസീവ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഏപ്രിലിലെ കോളത്തിൽ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ഇതൊക്കെ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ഇൻഫർമേഷൻ എന്താണ് നോക്കാം. അടുത്ത ഇൻഫർമേഷൻ ഇതൊന്ന് ഇറേസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ഇൻഫർമേഷനിലോട്ട് പോവാമേ. ഓക്കെ, 1, 2 നമ്മൾ വായിച്ചു. ഇനി തേർഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഡിലേ ഇൻ പേയ്മെൻറ്റ് ഓഫ് വേജസ് ആൻഡ് എക്സ്പെൻസ് 1 month. വേജസും ഉണ്ട്, എക്സ്പെൻസും ഉണ്ട്. അപ്പോൾ വേജസിൻ്റെ പേയ്മെൻറ്റും ഉണ്ട്, എക്സ്പെൻസിൻ്റെ പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ്? അതാത് മാസമല്ല കൊടുക്കുന്നത്, ഒരു മാസം കഴിഞ്ഞിട്ടാണ്. അതായത് ഫെബ്രുവരിയിൽ 8,000 പേ ചെയ്യുന്നത് എന്നായിരിക്കും? മാർച്ചിലത് പേ ചെയ്യുന്നത് ഏപ്രിലത് മെയിലത് ജൂണിൽ ജൂലൈയിൽ അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇങ്ങനെയാണ്, ഏപ്രിലിൽ വേജസിൻ്റെ ഏത് പേയ്മെൻറ്റാണ് നമ്മൾ നടത്താൻ പോകുന്നത് അത് എഴുതാവുള്ളൂ. ഏപ്രിൽ നടത്തുന്നത് ഏത് മാസത്തെ ആയിരിക്കും? മാർച്ചിലെ ആയിരിക്കും. മെയിൽ നടത്തുന്ന പേയ്മെൻറ്റ് ഏപ്രിലിലെ ഫിഗർ ആയിരിക്കും. ആ രീതിയിൽ ചിന്തിച്ച് ചെയ്യണം. സെയിൽസ് എക്സ്പെൻസും അതുപോലെ തന്നെ വേജസും എക്സ്പെൻസും ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് നടത്താറുള്ളത്.
ഒരു മാസം കഴിഞ്ഞുള്ള ഫിഗർ. അപ്പോൾ ഏപ്രിൽ ഏത് മാസത്തെ പേയ്മെൻറ്റ് സെയിൽസ് എക്സ്പെൻസ് ആയിരിക്കും പേ ചെയ്യുന്നത്? ഏപ്രിലിൽ പേ ചെയ്യുന്നത്. മാർച്ചിൽ സെയിൽസ് എക്സ്പെൻസ് ആയിരിക്കും ഏപ്രിലിൽ പേ ചെയ്യുന്നത്. അപ്പോൾ അത് ഓർത്തോണേ. 8,000 പേയ്മെൻറ്റ് പോകുന്നത് ഫെബ്രുവരിയിലത് മാർച്ചിലത് ഏപ്രിലത് മെയ്യിലത് ജൂണിലത് ജൂലൈയിൽ. നമ്മൾ നോക്കേണ്ടത് പേയ്മെൻറ്റ് ഏപ്രിൽ ഏതാണ് പോകുന്നത്. ഏപ്രിലിൽ പോകുന്ന ഏതാണ്? 8,000, മെയ്യിൽ 9,000, ജൂണിൽ 10,000. ആ രീതി വേണം എഴുതാൻ. ഈ 12 വേണ്ട, കാരണം ജൂലൈയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല. സെയിൽസ് എക്സ്പെൻസ് അതുപോലെ തന്നെയാണ്, വേജസ് പോലെ തന്നെയാണ്. എക്സ്പെൻസിനും 1 month ലാഗാണ് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ. അങ്ങനെ പേയ്മെൻറ്റും കഴിഞ്ഞു. അതെങ്ങനെയാണ്? വേജസും സെയിൽസ് എക്സ്പെൻസിൻ്റെയും പേയ്മെൻറ്റും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത അഡീഷണൽ ഇൻഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇൻകം ടാക്സ് ₹25,000 പെയ്ഡ് ഇൻ ജൂൺ. ഒരു എക്സ്പെൻസ് വന്നു. അത് ഏത് മാസം എഴുതാവുള്ളൂ? പേയ്മെൻറ്റിൻ്റെ അടിയിൽ പുതിയൊരു പേയ്മെൻറ്റും കൂടെ ഉണ്ട്. പർച്ചേസ് ഉണ്ടായിരുന്നു പേയ്മെൻറ്റിൽ. പിന്നീട് വേജസ് ഉണ്ടായിരുന്നു, സെയിൽസ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ടൊരു പേയ്മെൻറ്റ് വന്നു. ഇൻകം ടാക്സ് പെയ്ഡ്. അത് ഏത് മാസത്തെ എഴുതാവുള്ളൂ? പർട്ടിക്കുലർലി ഇൻകം ടാക്സ് എന്ന് എഴുതിയാലും പേയ്മെൻറ്റ് നടന്നിരിക്കുന്നത് ജൂണിലെ കോളത്തിലാണ് 25,000 കാണിക്കേണ്ടത്. ഓക്കെ. ഇനി ക്യാഷ് ബാലൻസ് ഓൺ 1st April 2019 ₹25,000. നമ്മൾ ഏപ്രിൽ തൊട്ടല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഏപ്രിൽ നമ്മുടെ കയ്യിൽ കുറച്ച് ക്യാഷ് ബാലൻസ് ഉണ്ടായിരുന്നു. എത്ര രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്? 25,000 രൂപ ഉണ്ടായിരുന്നു. പിന്നീട് ഏപ്രിലിൽ കുറേ റെസീപ്റ്റ്സ് ഉണ്ട്, ഏപ്രിലിൽ കുറേ പേയ്മെൻ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ റെസീപ്റ്റ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ ക്യാഷ് ബാലൻസ് കിട്ടും. അതിൽ നിന്ന് പേയ്മെൻറ്റ് ഡിഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ബാലൻസ് അറ്റ് ദി എൻഡ് കിട്ടും. ഏപ്രിൽ മാസം അവസാനമാകുമ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടെന്ന് കിട്ടും. ഈ ബാലൻസ് ഏപ്രിലിലെ ബാലൻസ് മെയ്യിൽ ഓപ്പണിംഗ് ബാലൻസ് ആവും. അതുപോലെ മെയ്യിലെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. മെയ്യിലെ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ജൂണിൽ ഓപ്പണിംഗ് ബാലൻസ് ആവും. നമുക്ക് നോക്കാം ഫൈനലി നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട് ഓരോ മാസവും അവസാനം എന്ന്. ഇനി അതാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്യാഷ് ബഡ്ജറ്റിലോട്ട് പോവാം. ക്യാഷ് ബഡ്ജറ്റിൻ്റെ ഫോമാറ്റ് ഇതെങ്ങനെയാണ്? ക്യാഷ് ബഡ്ജറ്റ് ഫോർ 3 months ending 30th June. ഫസ്റ്റ് കോളം ഫോർ പെർട്ടിക്കുലേഴ്സ്. പിന്നീട് 3 മാസങ്ങൾ. ഏതൊക്കെയാണ് മാസം? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജൂണിൽ എൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ജൂണാണ് ലാസ്റ്റ് മന്ത്. അതിന് മുന്നേ മെയ്, ഏപ്രിൽ. ഫസ്റ്റ് ആദ്യം എപ്പോഴും എഴുതേണ്ട ഓപ്പണിംഗ് ബാലൻസ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലായിരുന്നു ലാസ്റ്റ് ഐറ്റം ആയിട്ട്. ഏപ്രിൽ ബിഗിനിങ്ങിൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? 25,000. അപ്പോൾ ആദ്യം എഴുതേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓക്കെ. ഫോമാറ്റിങ്ങിനാണ്. പിന്നീട് റെസീപ്റ്റ്സ്. ഏതൊക്കെയാണ് റെസീപ്റ്റ്? നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ക്യാഷ് സെയിൽസും ഉണ്ട്, റെസീവ് ഫ്രം ഡെറ്റേഴ്സും ഉണ്ട്. വേറെ ഒരു റെസീപ്റ്റും പറയുന്നില്ല. ഒരു ഇൻകം റിസീവ്ഡോ അല്ലെങ്കിൽ ഇഷ്യൂ ഓഫ് ഷെയർസോ ഡിബെഞ്ചേഴ്സോ ലോൺ ടേക്കണോ ഫിക്സ്ഡ് അസറ്റിൻ്റെ സെയിലോ അങ്ങനെ ഒന്നും നമുക്കൊരു റെസീപ്റ്റും കിട്ടിയിട്ടില്ല. ആകെപ്പാടെ 2 സെയിൽസ് എന്ന് പറഞ്ഞ റെസീപ്റ്റേ ഉള്ളതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ക്യാഷ് സെയിൽസ് എന്ന് എഴുതി. റെസീവ് ഫ്രം ഡെറ്റർ. റെസീവ് ഫ്രം ഡെറ്റർ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ഉണ്ടായത്? ക്രെഡിറ്റ് സെയിൽസിൽ നിന്നും ഉണ്ടാവുന്ന റെസീപ്റ്റാണ്. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാം. ക്യാഷ് സെയിൽ. ഏപ്രിൽ ക്യാഷ് സെയിൽ ഉണ്ടായിരുന്നോ? ഏപ്രിലിൽ ക്യാഷ് സെയിൽ ഉണ്ടായിരുന്നു. ഏപ്രിലിൽ നടന്ന സെയിൽസിൻ്റെ 25% നമ്മുടെ വർക്കിങ്ങിലുണ്ട്. ഏപ്രിലിലെ ക്യാഷ് സെയിൽ എന്ന് പറയുന്നത് 23,000 ആണ്. നമ്മൾ വർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഓക്കെ. ഏപ്രിലിലെ ക്യാഷ് സെയിൽ 23,000. ക്രെഡിറ്റ് സെയിൽ 69 എന്ന് എഴുതാൻ പാടില്ല. ക്യാഷ് സെയിൽ 23, ക്രെഡിറ്റ് സെയിൽ 69 എന്ന് എഴുതാൻ പാടില്ല. കാരണം എന്താണ്? ഏപ്രിലിൽ എവിടുന്ന ക്രെഡിറ്റ് സെയിലിൻ്റെ ഏത് മാസത്തെ ക്രെഡിറ്റ് സെയിലിൻ്റെ പൈസയാണ് ഏപ്രിലിൽ റിസീവ് ചെയ്യുന്നത്? മാർച്ചിൽ. കാരണം മാർച്ചിലെ ക്രെഡിറ്റ് സെയിലിൻ്റെ പൈസ ഏപ്രിലിൽ റിസീവ് ചെയ്യുന്നതല്ലേ പറയുന്നത്. അപ്പോൾ മാർച്ചിലെ പൈസയാണ് റിസീവ് ചെയ്യുന്നത്. മാർച്ചിൽ 60,000. ഓക്കെ. പിന്നീട് മെയ് വരുമ്പോൾ മെയ്യിൽ 25,000 എങ്ങനെ വരും? ഏപ്രിൽ വരുമ്പോൾ ഇതാണ് വരുന്നത്. ക്യാഷ് സെയിൽ 23ഉം 60ഉം ഇതാണ് ഏപ്രിലത്. മെയ്യിലത് എങ്ങനെയാണ് വരുന്നത്? ക്യാഷ് സെയിൽ മെയ്യിൽ 25,000 പിന്നീട് ഏപ്രിലിൽ 69,000 ഇതാണ് മെയ്യിലെ റെസീപ്റ്റ്. ജൂണിലെ റെസീപ്റ്റ് ഏതാണ്? ജൂണിലെ ക്യാഷ് സെയിൽ 30,000 പിന്നീട് മെയ്യിലെ ക്രെഡിറ്റ് സെയിൽ 75,000 ഫിഗർ. ഇത് രണ്ടും കൂടാണ് ജൂണിൽ റിസീവ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം ചിന്തിച്ച് ചെയ്യാനായിട്ട്. ഇത് ഓൾറെഡി പറഞ്ഞതാണ്, ഒന്നും കൂടെ ഒന്ന് ഓർമ്മിച്ച് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കിയെങ്കിൽ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിയാൽ ക്യാഷ് സെയിൽ ഏപ്രിലിൽ ലഭിക്കുന്നത് ഏപ്രിലിൽ 23,000 പിന്നീട് മാർച്ചിൽ 60,000. മെയ്യിൽ ലഭിക്കുന്ന ഏതൊക്കെയാണ്? മെയ്യിൽ ക്യാഷ് സെയിലായി 25,000 രൂപയും പിന്നീട് ഏപ്രിലിലെ ക്രെഡിറ്റ് സെയിലിൻ്റെ ഫിഗറുമാണ് നമുക്ക് മെയ്യിൽ ലഭിക്കുന്നത്. ജൂണിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന ഏതാണ്? ജൂണിൽ 25% ക്യാഷ് സെയിൽ 30,000. ഇത് കൂടാതെ ഏത് മാസത്തെ ആയിരിക്കും?
മെയിൽ ക്രെഡിറ്റ് സെയിലിൻ്റെ ഫിഗർ നമുക്ക് ജൂണിലാണ് ലഭിക്കുന്നത് ആഫ്റ്റർ 1 മന്ത് ശേഷം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി റെസീപ്റ്റിന് ടോട്ടൽ ചെയ്യുക. ആദ്യം ഏപ്രിലെ കോളം മാത്രം നമുക്ക് ചെയ്യാമേ, ടോട്ടൽ ചെയ്യാം. എല്ലാം ചെയ്യൽ ഏപ്രിലേ ചെയ്യാവുള്ളൂ. ആദ്യം ഏപ്രിലത് എങ്ങനെ വരും? 25,000 plus 23,000 plus 60,000. So total receipt including opening balances 1,08,000. ഇനി നമുക്ക് പേയ്മെൻറ്റ്, ഈ കോളം ഒന്നും ഇപ്പോൾ ഫില്ല് ചെയ്യല്ല കേട്ടോ. ഇനി നമുക്ക് പേയ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഏപ്രിലെ പേയ്മെൻറ്റ് ഏതൊക്കെയുണ്ട്? പർച്ചേസ് റിലേറ്റഡ് പേയ്മെൻ്റ് ആണ്. ക്യാഷ് പർച്ചേസ് ഒന്നുമില്ല, മൊത്തത്തിൽ ക്രെഡിറ്റ് പർച്ചേസ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ് അതെങ്ങനെ വരുമെന്ന് അറിയാമല്ലോ. എന്താണ് ക്വസ്റ്റ്യൻ? 2 മന്തിന് ശേഷമാണ്. അതായത് ഏപ്രിലിൽ നമ്മൾ നടത്താൻ പോകുന്ന പേയ്മെൻറ്റ് ഏത് മാസത്തെ പേയ്മെൻ്റ് ആണ്? ഏപ്രിലിൽ നമ്മൾ നടത്താൻ പോകുന്ന പേയ്മെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ഏപ്രിലിൽ പർച്ചേസ് അല്ലേ, പർച്ചേസ് മൊത്തത്തിൽ ഇതാണ് പർച്ചേസ് മൊത്തത്തിൽ ക്രെഡിറ്റ് പർച്ചേസാണ്. ഇപ്പോൾ ഏപ്രിലിൽ നമ്മൾ 77,000 ക്രെഡിറ്റ് പർച്ചേസ്, പക്ഷേ അത് ഏപ്രിലിൽ പേയ്മെൻറ്റ് നടത്തുന്നില്ല. എങ്ങനെ പേയ്മെൻറ്റ് പോകുന്നത് എങ്ങനെയാണെന്നാണ് പറയുന്നത്? 2 മാസങ്ങൾക്ക് ശേഷമാണ്. അതായത് ഫെബ്രുവരിയിലെ പേയ്മെൻറ്റ് എന്നാണ് പോകുന്നത്? ഫെബ്രുവരിയിലെ പേയ്മെൻറ്റ് ആണ് എന്ന് പോകുന്നത് ഏപ്രിൽ. ഫെബ്രുവരി കഴിഞ്ഞ് 2 മാസം തന്നെ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ. 90,000 ഏത് മാസത്തെ പേയ്മെൻറ്റാണ്? മെയിലെ പേയ്മെൻറ്റ്. 77,000 ജൂണ്. 60 ജൂലൈ വിട്ട് വേണ്ട. നമ്മുടെ ഏപ്രിലിന് പർച്ചേസ് റിലേറ്റഡ് പേയ്മെൻറ്റ് 40,000, മെയിലെ പർച്ചേസ് റിലേറ്റഡ് പേയ്മെൻറ്റ് 50,000, ജൂണിലെ പർച്ചേസ് റിലേറ്റഡ് പേയ്മെൻറ്റ് 77,000. അപ്പോൾ ആ രീതിയിലാണ് എഴുതി പോകേണ്ടത്. ഓക്കെ, പേയ്മെൻറ്റ് ടു ക്രെഡിറ്റേഴ്സ്. ഓക്കെ, ഏപ്രിലത് 40,000, മെയിലത് 50,000, ജൂണിലത് 77,000. ഓക്കെ അല്ലേ? ഇനി വേജസ് എങ്ങനെയാണ് പറയുന്നത്? 1 മന്ത് ലാഗാണ് പറയുന്നത്. അതായത് ഏപ്രിലിൽ നമ്മൾ ഏത് മാസത്തെ ആയിരിക്കും പേ ചെയ്യാൻ പോകുന്നത്? മാർച്ചിലെ പൈസയാണ്, മാർച്ചിലെ വേജസാണ് നമ്മൾ ഏപ്രിലിൽ പേ ചെയ്യുന്നത്. അപ്പോൾ ഈ 8,000 എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മാർച്ചിലെ വേജസാണ് നമ്മൾ ഏപ്രിലിൽ പേ ചെയ്യുന്നത്. ഈ 9,000 എന്ന് പറഞ്ഞാൽ ഏത് മാസത്തെയാണ്? മെയിൽ പേ ചെയ്യുന്നത് ഏപ്രിലത്. പിന്നീട് ജൂണിൽ പേ ചെയ്യുന്ന ഈ 10,000 എന്ന് പറഞ്ഞാൽ ഏത് മാസത്തെയാണ്? മെയിലത്. ഒരു മാസത്തിന് ശേഷമാണ് വേജസ് പേ ചെയ്യുന്നത്. സെയിൽസ് എക്സ്പെൻസും അതുപോലെ തന്നെ 1 മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ ഏപ്രിലിൽ നമ്മൾ ഏത് മാസത്തെ പേയ്മെൻ്റ് ആയിരിക്കും നടത്തുന്നത്? മാർച്ചിലെ പേയ്മെൻ്റ് ആണ് ഏപ്രിലിൽ നടത്തുന്നത്. പിന്നീട് മെയിൽ നടത്തുന്നത് ഏത് മാസത്തെ സെയിൽസ് എക്സ്പെൻസിൻ്റെ പേയ്മെൻ്റ് ആയിരിക്കും? ഏപ്രിലിലെ പേയ്മെൻ്റ് ആണ് നമ്മൾ മെയിൽ നടത്തുന്നത്. പിന്നീട് ജൂണിൽ ഏത് മാസത്തെ സെയിൽസ് എക്സ്പെൻസാണ് പേ ചെയ്യേണ്ടത്? മെയിലെ സെയിൽസ് എക്സ്പെൻസാണ് നമ്മൾ ജൂണിൽ പേ ചെയ്യുന്നത് 8,000. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ താഴെ സെൻറ്റൻസിലൊന്നും പറഞ്ഞാൽ ഇൻകം ടാക്സ് പേയ്മെൻ്റ് ഉണ്ട്. അത് ഏത് മാസമാണെന്നാണ് പറയുന്നത്? ഇൻകം ടാക്സ് പേയ്മെൻറ്റ് വരുന്നത് ജൂണിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഏത് മാസം എഴുതിയാൽ മതി? ഓക്കെ, ഇൻകം ടാക്സ് ഈ ദിവസം ഏപ്രിലില്ല, മെയിലില്ല, ഏത് മാസമാണ്? ജൂണിൽ 25,000. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറെ പേയ്മെൻറ്റ് ഒന്നും തന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. ഇത് നമുക്ക് ബാലൻസ് ചെയ്യാം. ആദ്യം ഏത് മാസത്തെയാണ്? ഏപ്രിലിൽ ഓപ്പണിംഗ് ബാലൻസ് തൊട്ട് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് 1,08,000. ഇനി ഏപ്രിലിലെ പേയ്മെൻറ്റ്സ് നോക്കുക. ഏതൊക്കെയാണ്? 40,000 പ്ലസ് 8,000 പ്ലസ് 7,000, ദാറ്റ് ഇസ് 55,000. ഇനി അതും അണ്ടർലൈൻ ചെയ്യുക. ടോട്ടൽ റെസീപ്റ്റും ടോട്ടൽ പേയ്മെൻറ്റും എടുത്തിങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ക്ലോസിംഗ് ബാലൻസ് ഏപ്രിലായപ്പോൾ എന്തായപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ മിച്ചമുണ്ട് എന്ന് നോക്കാം. എന്താ മിച്ചമുള്ളത്? റെസീപ്റ്റിൽ നിന്നും എന്തിന് മൈനസ് ചെയ്താൽ മതി? പേയ്മെൻറ്റിന്. റെസീപ്റ്റ് എന്ന് പറയുന്ന 1,08,000 മൈനസ് 55,000, ദാറ്റ് ഇസ് 53,000 റുപ്പീസ്. അതായത് ഏപ്രിൽ അവസാനമായപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ മിച്ചമുണ്ട്? ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് അറ്റ് ദി എൻഡ് ഓഫ് ഏപ്രിൽ ഇസ് 53,000. അപ്പോൾ 53,000 രൂപ ഏപ്രിൽ അവസാനം നമ്മുടെ കയ്യിൽ വന്നു. ഇനി എന്ത് ചെയ്യും? ഏപ്രിലിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ മെയില് എന്തായി വരും? ഓപ്പണിംഗ് ബാലൻസായി വരും. അപ്പോൾ ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് അല്ലേ എഴുതുന്നത്. അപ്പോൾ ഏപ്രിലിലെ ക്ലോസിംഗ് ബാലൻസ് ആണ് ഇതാണ്. ഏപ്രിലിലെ ക്ലോസിംഗ് ബാലൻസ് ആയിരുന്നു എവിടെ വന്നത്? മെയ്യുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വന്നത്. അപ്പോൾ അത് അങ്ങോട്ട് കൊണ്ടുവരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അത് എഴുതാതെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ നമുക്ക് മെയ് ആയപ്പം ഏപ്രിലിൽ 53,000 റുപ്പീസ് ഉണ്ട്. പിന്നീട് മെയിലെ 2 റെസീപ്റ്റും ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര രൂപയുണ്ട്? 1,47,000 റുപ്പീസ്. അപ്പോൾ ആദ്യമേ എല്ലാ റെസീപ്റ്റ് കോളവും കയറി ടോട്ടൽ ചെയ്ത് വെക്കല്. ആദ്യത്തെ മാസത്തെ മാത്രമേ നമ്മൾ ആദ്യം ടോട്ടൽ ചെയ്യാവുള്ളൂ. പിന്നീട് അടുത്ത മാസത്തെ ടോട്ടൽ ചെയ്യണമെങ്കിൽ എന്ത് വരണം? പ്രീവിയസ് മന്തിലെ ക്ലോസിംഗ് ബാലൻസിനെ ഇവിടെ കൊണ്ട് എഴുതിയതിന് ശേഷം മാത്രമേ ടോട്ടൽ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് അങ്ങനെ 1,47,000 ആണ് മെയിലെ ടോട്ടൽ റെസീപ്റ്റ്. പിന്നീട് മെയിലെ ടോട്ടൽ പേയ്മെൻറ്റ് എത്രയാണ്?
50,000 പ്ലസ് 9,000 പ്ലസ് 7,000 66,000. അപ്പോൾ റെസീപ്റ്റും നമ്മുടെ കയ്യിലുണ്ട്, ടോട്ടൽ പേയ്മെൻറ്റും ഉണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് ക്ലോസിംഗ് ബാലൻസ്. ക്ലോസിംഗ് ബാലൻസ് എത്ര വരും? 1,47,000 മൈനസ് 66,000, ദാറ്റ് ഇസ് 81,000. അപ്പോൾ മെയ് മന്ത് എൻഡായപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപ ക്യാഷ് ബാലൻസ് ഇരിപ്പുണ്ട്? 81,000 റുപ്പീസ്. മെയിലെ ക്ലോസിംഗ് ബാലൻസ് ജൂണിൽ എന്തായി തീരും? ഓപ്പണിംഗ് ബാലൻസായി വരും. കണ്ടോ, ഓപ്പണിംഗ് ബാലൻസ് 81,000. ഇതൊക്കെ നമ്മൾ മുന്നേ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ടോട്ടൽ ചെയ്യുക 86,000 റുപ്പീസാണ് റെസീപ്റ്റിൻ്റെ ടോട്ടൽ. അതുപോലെ പേയ്മെൻറ്റിനെയും ടോട്ടൽ ചെയ്തെടുക്കുക. പേയ്മെൻറ്റിനെ ടോട്ടൽ ചെയ്യുമ്പം 77 പ്ലസ് 10 പ്ലസ് 8 പ്ലസ് 25,000, ദറ്റ് ഇസ് 1,20,000. Then you have to take the balance. Receipt minus payment, that is 66,000. 40 അല്ല 66,000. അങ്ങനെ നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്തു. ഇത് പ്രിപ്പയർ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? ഏപ്രിൽ മാസം അവസാനമാകുമ്പം നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ടാവും? 53,000 ക്യാഷ് ഉണ്ടാവും. പിന്നീട് മെയിൽ കുറേ റെസീപ്റ്റ് ഉണ്ട്, പേയ്മെൻറ്റ് ഉണ്ട്. ഇതെല്ലാം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പം മെയിൽ നമ്മുടെ കയ്യിൽ മെയ് മാസം അവസാനമാകുമ്പോൾ 81,000 റുപ്പീസ് കയ്യിലുണ്ടാവും. പിന്നീട് ഇത് ഈ മെയിലെ ക്ലോസിംഗ് ബാലൻസിന് നമ്മൾ ജൂണിൽ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എഴുതും. അങ്ങനെ ജൂൺ മാസം എൻഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ എത്ര രൂപയുടെ ക്യാഷ് ബാലൻസ് ഉണ്ട്? 66,000 റുപ്പീസ്. ആഫ്റ്റർ പേയിങ് മേക്കിംഗ് ഓൾ പേയ്മെൻറ്റ്സ് വി ഹാവ് 66,000 റുപ്പീസ്. അപ്പോൾ ഇത് നമ്മളുടെ ഒരു ഗൈഡാണ്. കാരണം ഇനി ഉള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇനി എന്തൊക്കെയാണ് എക്സ്പെൻസ് വരുന്നത്, എന്തൊക്കെ റെസീപ്റ്റ് ഉണ്ട്, അങ്ങനെ നമ്മൾ എത്ര രൂപ, ചിലപ്പോൾ ഷോർട്ടേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കയ്യിൽ കരുതേണ്ടി വരും. പേയ്മെൻ്റ് ഒന്നും കുറേ കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട പേയ്മെൻറ്റ്സ് കാണുമല്ലോ. അപ്പോൾ അതിനൊന്നും എമൗണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്കത് കരുതി വെക്കാനൊക്കെയുള്ള ഒരു മാർഗ്ഗരേഖയാണ് ഈ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇത്ര ലെങ്തി വീഡിയോ ആണ്, അറിയാം. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര ലെങ്തി ആയി പോയത്. അപ്പം നിങ്ങളിത് അപ്പോൾ ആദ്യമേ പറയേണ്ടായിരുന്നു കേൾക്കണമെന്ന്. ഇപ്പോൾ അവസാനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നല്ലപോലെ ഇത്രയും കാര്യം ചിന്തിക്കണം എപ്പോഴും. നമ്മൾ ഏത് മാസത്തെ ക്യാഷ് ബഡ്ജറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ആ മാസം റിസീവ് ചെയ്തതാണെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ആ മാസമാണ് ക്യാഷ് പേയ്മെൻ്റ് എങ്കിൽ മാത്രമേ അവിടെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, കാരണം വേജസിനും പിന്നീട് സെയിൽസും അതായത് എക്സ്പെൻസും ഇൻകവും എല്ലാം ലാഗ് ഇട്ടായിരിക്കും അവർ റിസീവ് ചെയ്യുന്നത് അല്ലെങ്കിൽ പേ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാണ് പേയ്മെൻറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് റിസീവ് ചെയ്യുന്നത്, ആ പെർട്ടിക്കുലർ മന്തിൽ ആ ഫിഗർ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.